BB7 ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മോഹൻലാൽ പറഞ്ഞ ഇതിനോട് ഭയങ്കര എതിർപ്പാണ് എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഭക്ഷണം ആവശ്യമുള്ളത് കൈയിട്ടെടുത്തോളാനാണ് മോഹൻലാൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. കാരണം ഭക്ഷണം ഇന്നലെ ഒരു കേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഈക്വൽ പീസ് കിട്ടാൻ വേണ്ടി അനുമോള് കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേനും എല്ലാവരും കൈയിട്ട് വാരി എടുത്തു. അപ്പോൾ അതിനെ അനുമോൾ എതിർത്തപ്പോൾ ലാസ്റ്റ് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഓരോരുത്തർ തവി കൊണ്ട് കൂരി എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് എന്തിനാണ് അനുമോൾ എല്ലാവർക്കും വീഴ്ച കൊടുക്കാൻ നിൽക്കുന്നത്, അവനവന് ആവശ്യമുള്ളത് എടുത്തോന്ന് ഉള്ള രീതിയിലാണ് മോഹൻലാൽ പറയുന്നത്. അതായത് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന പോലെ കൈക്ക് കൂടുതലുള്ളവന് കൂടുതലെടുക്കാൻ, കിട്ടാത്തവരവിടെ നോക്കിയിരിക്കട്ടെ എന്നുള്ള രീതിയാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം. പിന്നെ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം, അനുമോൾ എന്തിനാണ് എല്ലാവർക്കും വീഴ്ച കൊടുക്കുന്നത്, അനുമോൾക്ക് ഈ ഒരു ഭരണം നടത്തുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചൺ ടീമിൽ അനുമോൾ തന്നെ വെക്കാൻ വേണം. എല്ലാ സാധനവും അനുമോൾ തന്നെ ഉണ്ടാക്കണം. അവിടെയുള്ള ഒരു ഒറ്റ എണ്ണത്തിനും ഒന്നും അറിഞ്ഞൂടെ വെക്കാൻ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അനുമോൾ. വിളമ്പാൻ നേരത്ത് ആയോ എന്നുള്ള രീതിയിൽ എല്ലാം വന്ന് കിച്ചണിൽ വന്ന് നോക്കും എന്തെങ്കിലും ആയോ എന്ന്. ഒരൊറ്റ എണ്ണം സഹായിക്കാനുണ്ടാവില്ല. എന്നിട്ട് പിന്നെ പാത്രത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും എല്ലാം ഓടിയെത്തും വിളമ്പുന്നതിന് മുമ്പിൽ കൈയിട്ട് വരാനും എടുത്തുകൊണ്ട് ഓടാനും വേണ്ടിയിട്ട്. അനുമോൾക്ക് ഇവർക്കൊന്നും വീഴ്ച കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. പക്ഷേ ആൾ കിച്ചൺ ടീമിലാണ്, കിച്ചൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരാൾക്ക് കൂടിയാലും ഒരാൾക്ക് കുറഞ്ഞാലും അതിൻ്റെ കാരണക്കാരിയായിട്ട് വരുന്നത് ലാസ്റ്റ് അനുമോൾ തന്നെയായിരിക്കും. ഈ പറയുന്ന ഷാനവാസ്, മട്ടൻ അടിച്ചു മാറ്റി തിന്ന ഷാനവാസ് ഇതിനു മുമ്പ് ഒരു ദിവസം കുളിക്കാൻ പോയ സമയത്ത് പുള്ളിക്ക് ബിന്നി എടുത്ത് വെച്ച ചപ്പാത്തിയും കടലക്കറിയും കുറഞ്ഞെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ ആളാണ് ഈ ഷാനവാസ്. ഇതുപോലെ കയ്യൂക്ക് കാണിച്ച് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ പോലെ എടുത്തിരുന്നെങ്കിൽ ഈ ഷാനവാസിന് ഈ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടത്തിനുള്ളത് കൈയിട്ട് വരി എടുത്തു കഴിഞ്ഞാൽ കിട്ടാതെ ആളുണ്ടാവുമല്ലോ. എന്തായാലും ഈക്വലി ആക്കി വെക്കുന്ന സാധനത്തിനകത്തുനിന്ന് പിന്നെ ഒരാൾക്ക് എന്തായാലും കുറയും എന്നുള്ള കാര്യം ഷുവറല്ലേ, ബാക്കിയുള്ളവർ കൈയിട്ട് കൂടുതലെടുത്താൽ. അപ്പോൾ അവനവനാണ് ആ കുറയുന്നയാളെങ്കിൽ അപ്പോൾ അവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അനുമോൾ ഈ കിച്ചണിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം തിരിച്ച് സംഭവിക്കുന്നത്. കിച്ചണിൽ ഒഴിവായാൽ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ അനുമോൾ ഒരു മണ്ടി ആയതുകൊണ്ട് കിച്ചണിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. ഇതുങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി അവിടെ തന്നെ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ലാലേട്ടൻ വരുന്നതിൻ്റെ തലേന്നത്തെ എപ്പിസോഡ് ലൈവ് കണ്ടാൽ അറിയാം. പുരുഷന്മാരെല്ലാം മീശ ക്ലീനാക്കാനും താടി വടിക്കാനും ഒക്കെ സമയം കണ്ടെന്ന സമയത്ത് ബാക്കിയുള്ളവർ അവരവർക്ക് വന്ന വീക്കെൻഡ് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയും മേക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അനുമോൾ ഉണ്ടാവും ഒറ്റയ്ക്ക് കിച്ചണിനകത്തുനിന്ന് കുക്ക് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 2 വെള്ളിയാഴ്ചയും കണ്ടതാണ്. അനുമോൾ ഒറ്റയ്ക്ക് കിച്ചണിൽ ആ സമയത്ത് പിന്നെ തക്കാളി ചോറോ എന്നാണ്ടൊക്കെ ഉണ്ടാക്കും. ഒറ്റയ്ക്കാണുള്ളത്, ആരും സഹായിക്കാനില്ല. അപ്പോൾ അതുവഴി വന്ന് അനീഷ് ചോദിക്കും എന്തെങ്കിലും ചെയ്യണം ചോദിക്കുമ്പോൾ ജസ്റ്റ് കറിവേപ്പില ഒന്ന് കഴുകി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുവരെ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആയി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഓടി അങ്ങ് വരും. അതുപോലെ തുടർച്ചയായ 3ാമത്തെ തവണയാണ് അനുമോൾ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ 2 ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അനുമോൾ ഇനി കിച്ചണിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അനീഷിന് ഒരേ വാശി, ഒരു ലേഡി കിച്ചണിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റ ഇതിലാണ് പിന്നെ ഈ കിച്ചൺ ഡ്യൂട്ടി അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ വീണ്ടും അനുമോൾ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയത്. അപ്പോൾ എന്നിട്ട് യുവന്മാർക്കെല്ലാം ഭയങ്കര സൂക്കേടെന്നുള്ളതാണ്. അതുപോലെ പേരൊക്കെ വിധിച്ചു കൊടുത്ത സമയത്ത് ഒരാളുടെ പേരൊക്കെ ചെറുതായിപ്പോയി, ഒരാളുടെ പേരൊക്കെ വലുതായിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ പേരൊക്കെ വലുതും ചെറുതും ഇതൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് വിധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയായാലും ഒരാൾക്ക് ചെറുതും ഒരാൾക്ക് വലുതും അങ്ങനെയൊക്കെ ആയിപ്പോവും. കാരണം എല്ലാം ഒരേ സൈസിലല്ലല്ലോ ബിഗ് ബോസ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരാളെ കുറ്റം പറയുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. ശരിക്കും ഇനിയെങ്കിലും അനുമോൾ പഠിക്കണം. ഇതുങ്ങൾക്കൊന്നും വെച്ച് വിളമ്പിയിട്ട് നന്ദിയോ ഇല്ല. നന്ദിയില്ലാത്ത പോട്ടെ, നന്ദി വേണ്ട. പക്ഷേ കുറ്റപ്പെടുത്തലും കൂടിയാണ് ഉണ്ടാകുക എന്നുള്ളതെങ്കിലും ആ മണ്ടി ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ.